എന്താണ് താങ്കൾക്ക് ഈ ന്യായ് ഗ്യാരണ്ടിയെക്കുറിച്ച്, ഇപ്പോൾ ഈ കോൺഗ്രസ് നൽകുന്ന ഉറപ്പിനെക്കുറിച്ച്? അത് രാഹുൽ ഗാന്ധിയുടെ യാത്രയിൽ ഉരുത്തിരിഞ്ഞു വന്ന ആശയങ്ങളാണെന്നാണല്ലോ പറയുന്നത്. എങ്ങനെ താങ്കൾ ഇതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുന്നു? അതിലെനിക്ക് രസകരമായ ഒരു സംഗതിയായിട്ട് തോന്നിയത്, ഗ്യാരണ്ടി എന്നുള്ള വാക്കിൻ്റെ പേറ്റൻറ്റ് കോൺഗ്രസ്സിനാണ്. ഞങ്ങളാണ് അത് ആദ്യം ഉപയോഗിച്ചത്. അത് കഴിഞ്ഞിട്ട് മോദി അത് കോപ്പി ചെയ്യുകയായിരുന്നു. ഇതൊക്കെ ഗ്യാരണ്ടി ഒരു ഇംഗ്ലീഷ് വാക്കാണ്. നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഗ്യാരണ്ടി എന്നുള്ള വാക്കുണ്ട്. മഞ്ജുഷിന് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയുന്നില്ല, പക്ഷേ ശ്രീ ജയചന്ദ്രന് തീർച്ചയായിട്ടും ഓർമ്മയുണ്ടാകും. പണ്ട് ജീവൻ ടോൺ എന്ന് പറഞ്ഞ് തടി വയ്ക്കുന്ന ഒരു ലേഹ്യം പോലത്തെ സാധനം വിൽക്കാനുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഗ്യാരണ്ടി എന്നുള്ള വാക്ക് കാണുന്നത് ജീവൻ ടോൺ ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ടാണ്. എനിക്ക് പണ്ടേ തടി കുറവാണ്. തടി കൂടണമെന്ന് ആഗ്രഹിച്ചിട്ട് ഞാൻ ഒരു ഭരണി ജീവൻ ടോൺ മേടിച്ചു. അപ്പോൾ അന്ന് പരസ്യത്തിൽ ജീവൻ ടോൺ കഴിക്കുന്നതിന് മുമ്പ്, കഴിച്ചതിന് ശേഷം എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോയും വരും. അപ്പോൾ ഞാൻ ഈ ജീവൻ ടോൺ മേടിച്ചിട്ട് നേരെ അടുത്ത സ്റ്റുഡിയോയിൽ പോയി ഒരു ഫോട്ടോയും എടുത്തു. കാരണം ഇത് കഴിച്ചാൽ പിന്നെ തടിക്കുമല്ലോ, അപ്പോൾ തടിയില്ലാത്തൊരു ഫോട്ടോ വേണമല്ലോ, അതുകൊണ്ട് ഫോട്ടോയും എടുത്തു. ചുരുക്കത്തിൽ ജീവൻ ടോണിന് കൊടുത്ത കാശും പോയി, ഫോട്ടോയുടെ കാശും പോയി. ഞാൻ ഇന്നും മെലിഞ്ഞുണങ്ങി ഇത്രയും വർഷത്തിന് ശേഷവും ഗ്യാരണ്ടി ഇല്ലാതെ കഴിഞ്ഞുകൂടുന്നു. അപ്പോൾ ഈ ഗ്യാരണ്ടി എൻ്റെ സ്വന്തമായിരുന്നു, അത് മറ്റേയാൾ അടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ പറയുന്ന നാണക്കേടല്ലേ. ഇനി ഗ്യാരണ്ടി എടുത്തോ, എന്താ നാരി ഗ്യാരണ്ടി. 20 സ്ഥാനാർത്ഥികൾ കേരളത്തിൽ മത്സരിക്കുന്നുണ്ട്. എത്ര നാരിയുണ്ട് അക്കൂട്ടത്തിൽ? ഒരു രമ്യ ഹരിദാസല്ലേ ഉള്ളൂ. ഇടതുപക്ഷത്ത് 2 പേരോ മറ്റല്ലേ ഉള്ളൂ. CPI കൂടെ ചേർന്നാൽ 3 പേരാണെന്ന് തോന്നുന്നു. ഇതല്ലേ ഉള്ളൂ. എത്ര ശതമാനമാണ്? 5% അല്ലെങ്കിൽ 6%. ഇതല്ലേ. BJPക്കാർക്ക് പിന്നെയും അവകാശപ്പെടാം. അവർ 4 സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല, 12 പേരെ പ്രഖ്യാപിച്ചു. ആ 12-ൽ 3 പേര് സ്ത്രീകളാണ്, അതായത് 25%. അതെങ്കിലും അവർക്ക് അവകാശപ്പെടാനുണ്ട്. ഇവർക്ക് എന്താ അവകാശപ്പെടാനുണ്ട്? എന്ത് നാരി ശക്തിയാണ്? ആരായിരുന്നു തടസ്സം സ്ത്രീകളെ സ്ഥാനാർത്ഥികളാക്കാൻ? എന്നിട്ട് നാരി ശക്തി എന്ന് പറയുക. എന്ത് ചെയ്യാൻ പോവാണ് നിങ്ങൾ? നിങ്ങളുടെ ട്രാക്ക് റെക്കോർഡ് നോക്കുന്നു. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്ന ഒരാളെയാണ്, 20-ൽ ഒരാളെ. എന്നിട്ട് കോൺഗ്രസ് നാരി ശക്തി ഉണ്ടാക്കാൻ പോകുന്നു. ഈ ബാക്കി ശക്തിയെ പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ കൂടെ നാണക്കേടാവും. കോൺഗ്രസ് ഈ ഗ്യാരണ്ടി എന്നുള്ള വാക്ക് എടുത്തു എന്ന് പറയുമ്പോൾ തന്നെ അതൊരു റിയാക്റ്റീവ് ടേമാണ്. മോദിയുടെ ഗ്യാരണ്ടി എന്ന് മോദി പറയുന്നു. അതിന് കാര്യം എന്താ? അത് ഫാസിസമാണ്, ഏകാധിപത്യമാണെന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാകാം. അതങ്ങനെയല്ല. കാരണം ഭൂലോകത്തെ സകല കുറ്റത്തിനും ഉത്തരവാദി മോദിയാണ് എന്നാണ് ഇവർ പറയാറുള്ളത്, ഇല്ലേ? ഉത്തർപ്രദേശിൽ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ പോലും യോഗിയല്ല, മോദിയാണ് അതിന് ഉത്തരവാദി. മഹാരാഷ്ട്രയിൽ നടന്നാൽ മോദിയാണ് ഉത്തരവാദി. തമിഴ്നാട്ടിൽ ജാതിക്കലാപം ഉണ്ടായാൽ മോദിയാണ് ഉത്തരവാദി, സ്റ്റാലിൻ അല്ല. സ്റ്റാലിൻ ദൈവം തമ്പുരാനാണല്ലോ, അങ്ങേരെ പറ്റി മിണ്ടാൻ വയ്യ. ഇതൊക്കെ മോദിയാണ് ഉത്തരവാദി. അതുകൊണ്ട് മോദി അങ്ങ് ഏറ്റെടുത്തു. മോദി പറഞ്ഞു, ശരി, എൻ്റെ ഗ്യാരണ്ടി ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു. ഇവർക്ക് അതിന് പകരമായിട്ടൊരു വാക്കിറക്കുക എന്ന് പറഞ്ഞാൽ അതൊരു എന്താ റിയാക്റ്റീവ് ടേമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം. ഇവർക്ക് പോസിറ്റീവായിട്ട് എന്തെങ്കിലും വയ്ക്കാനുണ്ടോ? ഒന്നുമില്ല. മോദിയെ മെയിൻ അജണ്ട എന്താ? മോദി ഹട്ടാവോ ദേശ് ബച്ചാവോ, ഇതാണ് പരിപാടി.